ഹായ്, ഇന്ന് നമുക്ക് ഈ ടിയറ പെറ്റൽസ് യൂസ് ചെയ്തിട്ട് ഒരു ഹെയർ ബൺ എങ്ങനെ ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് ഞാനൊരു ഹെയർ ബൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അറ്റാച്ചർ എടുത്ത് ഇതുപോലെ ഒന്ന് ഹെയർ ബാൻഡിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് B7 ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് ഹെയർ ബാൻഡ് വേണമെന്നുള്ളവർ ഇങ്ങനെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 3 ബീഡ് സ്റ്റോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലവർ ഒന്ന് എടുത്ത് അവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് കിട്ടും. ഞാൻ കുറച്ചൊന്ന് വലുതായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ MDF എടുത്തൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് ഉണങ്ങാനായിട്ടൊന്ന് ശകലം അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് വെച്ചിരിക്കണം കേട്ടോ. കുറച്ചത് ശകലം അതിലിങ്ങനെ പിടിച്ച് വെച്ചതിന് ശേഷം വേണം നെക്സ്റ്റ് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ MDFൻ്റെ പുറത്ത് തന്നെ നമുക്ക് B7 ഗ്ലൂ ഒന്ന് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഒന്ന് കൂടുതലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം ശകലം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഓരോ ടിയറ പെറ്റൽസ് ആയിട്ട് എടുത്ത് അതിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 പെറ്റൽസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഒരു ലെയറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ആ ലെയർ വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ആവശ്യമുണ്ടെങ്കിൽ ഒരു ലെയർ കൂടെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 5 മാത്രമേ അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. 5ഉം പേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു 3 ബീഡ് സ്റ്റോൺ ഫ്ലവർ കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ കിറ്റ് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. മെറ്റീരിയൽസ് സെപ്പറേറ്റ് ആവശ്യമുള്ളവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹെയർ ബൺ വേണമെങ്കിലും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഹെയർ ബൺ ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.